കെ സുധാകരനെ മാറ്റി പുതിയ KPCC പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകൾ പരിഗണനയിൽ എന്നാണ് സൂചന. കെ സുധാകരൻ വഴങ്ങിയില്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാനും ആലോചനയുണ്ട്. വാർത്തകളിൽ അനിശ്ചിതത്വം തുടരുന്നത് പാർട്ടിയെ ബാധിക്കും എന്നാണ് വിലയിരുത്തൽ. സലിം മാലിക് ചേരുന്ന വിവരങ്ങളുമായി. സലിം, കെ സുധാകരൻ മാറും എന്ന് സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ? പകരം പേരിൽ ആർക്കാണ് മുൻതൂക്കം? സലിം. ഹാഷ്മി, കെ സുധാകരൻ മാറും എന്നുള്ള കാര്യം നമുക്ക് ആ നിലയിൽ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഉറപ്പായും ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അത് ഇന്നോ നാളെയോ അതല്ലെങ്കിൽ ഒട്ടും വൈകാതെ ഒരു പ്രഖ്യാപനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. ആ പ്രഖ്യാപനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഏറ്റവും വലിയ സാധ്യത കെ സുധാകരനെ മാറ്റി പുതിയൊരു KPCC അധ്യക്ഷനെ കൊണ്ടുവരിക എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകാൻ തന്നെയാണ്. പക്ഷേ അതിലെ ചർച്ചകളിൽ ചില അനിശ്ചിതത്വങ്ങളുണ്ട്. പ്രത്യേകിച്ചും കെ സുധാകരൻ ഇപ്പോഴും പൂർണ്ണ മനസ്സോടുകൂടി വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ അനുനയിപ്പിക്കാനായി കെ സുധാകരൻ പറയുന്നയാളെ KPCC അധ്യക്ഷനാക്കാം എന്നൊരു ഫോർമുല ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴും കെ സുധാകരൻ പറയുന്ന ആളെന്നൊരു ഒരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ അത് ആര് എന്നുള്ളതിൽ, അത് ഇവരിൽ ആര് എന്നുള്ള വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കുറച്ച് പേരുകൾ പറഞ്ഞതിന് ശേഷം ഇവരിൽ ആരെ ആക്കണമെന്നുള്ള കെ സുധാകരൻ്റെ അഭിപ്രായം തേടാനാണ് നീക്കം. പക്ഷേ അതിനും കെ സുധാകരൻ വഴങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ ഏറ്റവും അവസാനം നടന്ന ചർച്ചയിലും കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും കെ സുധാകരനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് താൻ KPCC അധ്യക്ഷ സ്ഥാനത്തിലേക്ക് എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതിന് പിന്നാലെ നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും, അതല്ലാതെ നടന്ന സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം പാർട്ടിക്ക് വിജയമുണ്ടായി. ഒരു 100% ട്രാക്ക് റെക്കോർഡ് ഉള്ള KPCC അധ്യക്ഷനാണ് താൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കൂടി നീട്ടി തൻ്റെ സ്ഥാനം നൽകുന്നില്ല എന്നൊരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഹൈക്കമാൻഡിന് മറുപടിയില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരൻ എത്രത്തോളം പ്രവർത്തനം നടത്തി എന്ന ചോദ്യമൊക്കെ ഹൈക്കമാൻഡിന് മുൻപിൽ ഉണ്ടെങ്കിൽ പോലും കെ സുധാകരൻ ഉയർത്തുന്ന ഈ വാദത്തെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കെ സുധാകരൻ തുടരണമെന്ന് ശാഠ്യം പിടിച്ചാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ അനുവദിച്ചേക്കും. അങ്ങനെയാണെങ്കിലും, അങ്ങനെ ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്നതെങ്കിലും കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തണം എന്നുള്ളതാണ് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ ആവശ്യം. പ്രത്യേകിച്ചും വാർത്തകൾ ഇങ്ങനെ വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യില്ല. KPCC അധ്യക്ഷനായ ഒരാൾ വരുന്നു എന്ന ഓരോ ദിവസവും വാർത്തകൾ വരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നു എന്ന് കേരളത്തിലെ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കെ സുധാകരന് പാർട്ടിയെ നയിക്കാനുള്ള കരുത്ത് നിലവിലില്ലെങ്കിൽ ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ കൂടി നൽകിക്കൊണ്ട്, ഒരു 3 പ്രധാനപ്പെട്ട നേതാക്കളെ ഹൈപ്പവർ കമ്മിറ്റി എന്ന നിലയിൽ നൽകിക്കൊണ്ട് പാർട്ടിയിലെ ഭരണം തൽക്കാലം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആലോചനയുമുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇപ്പോൾ KPCC അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിയൊരു സമ്പൂർണ്ണ പുനഃസംഘടന എന്നൊരു ആലോചന തന്നെയാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും പറ്റിയ സമയം ഇതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കുക. അതിന് തൊട്ട് മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ട്. ഇതിനൊക്കെ മുൻപ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്തടുത്ത് എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പുകൾ വരും. ആ ഘട്ടത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു പുനഃസംഘടന, പാർട്ടിയിലെ പുനഃസംഘടന തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്ന പാർട്ടിയെ വീണ്ടും ഉടച്ചു വാർക്കുന്നത് ഗുണം ചെയ്യില്ല എന്നൊരു വിലയിരുത്തൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ, അതായത് ഈ സമയം ആണ് ഏറ്റവും ഉചിതമായ സമയം എന്തു തീരുമാനത്തിനും എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനം പാർട്ടിയെ ഒരു നിർണായക പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. ആ നിർണായക പ്രഖ്യാപനം എന്ത് എന്നുള്ളതിൽ മാത്രമാണ് ഇപ്പോഴുള്ള ആകാംക്ഷ. ഹാഷ്മി. ഓക്കെ, സലിം മാലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കെ സുധാകരൻ മാറും എന്ന കാര്യം സ്ഥിരീകരിച്ച് പറയാനാവുന്നില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന 9-ാം തീയതിക്ക് മുമ്പ് ഈ പറയുന്ന നിലമ്പൂർ ബൈ ഇലക്ഷൻ തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഒരു പേര് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉണ്ടാവും. ഇനി അതല്ല, ഇനി കെ സുധാകരൻ മാറുന്നില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കും എന്നൊരു പ്രഖ്യാപനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഇങ്ങനെയുള്ള അനിശ്ചിതത്വം ഉണ്ടാവുന്നത് അത് പാർട്ടി ഗുണകരമാവില്ല എന്നുകൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു.